ഹായ്. അങ്ങനെ ഞാൻ ഇന്നലെ ഫൈനലി 'വാഴ 2' സിനിമ കണ്ടു. യേയ്! ഐ ആം നോട്ട് ഹിയർ ഫോർ എ റിവ്യൂ ആൻഡ് ഓൾ. റിവ്യൂ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നെക്കാളും മുമ്പ് സിനിമ കണ്ട ഒരുപാട് പേരുണ്ട്. ഞാൻ ഭയങ്കര ലേറ്റാണ് ഈ സിനിമ കാണാൻ. ബട്ട് നമുക്കിങ്ങനെ ഞാനും മമ്മിയൊക്കെ പോയിട്ടാ കണ്ടത്. അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് പോയി കാണണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എന്ന പടാടാ. എല്ലാ റിലേഷനും പറയുന്ന പടം. പേരന്റ്സ് ലോ, സിബ്ലിങ്സ് ലോ, റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ്, ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എല്ലാം പറയുന്ന ഒരു പടം. ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഒരു സിനിമയ്ക്ക് ഒരു കിക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എടാ കരഞ്ഞു. കുറേ നാൾക്ക് ശേഷം ഒരു സിനിമ കണ്ട് ഇങ്ങനെ കരയുന്നു. മീൻസ് ഒരു സെക്കൻഡ് ഹാഫിന്റെ പകുതി തൊട്ട് നമുക്ക് കരച്ചില് വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എല്ലാ റിവ്യൂസിലും കേട്ട കാര്യം. എനിക്ക് അതന്നെ പറയാനുള്ളൂ. കാരണം അത്ര അടിപൊളി സിനിമ. അതേപോലെ നമ്മളിപ്പോ ഈ പുറത്തൊക്കെ പോകുന്ന സ്റ്റുഡന്റ്സിന്റെ അവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാവും. നാട്ടിൽ നിൽക്കുന്നവരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്ന് നമ്മുടെ സൊസൈറ്റി നമ്മളെ എങ്ങനെയായിരിക്കും പിന്നെ ജഡ്ജ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ടീച്ചേഴ്സിന്റെ സൈഡ് ഉണ്ട് ഓരോ കാര്യങ്ങള്. കുറേ നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയ ഒരു എലമെന്റ് എങ്കിലും ആ സിനിമയിൽ ഉണ്ടാവും. അത് ഷുവറാണ്. അത്രയുണ്ട് ആ സിനിമയില്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ സിനിമകൾ റീവാച്ച് ചെയ്യാറില്ല. ബട്ട് എനിക്ക് റീവാച്ച് ചെയ്യണമെന്ന് തോന്നിയൊരു സിനിമയാണ് 'വാഴ 2'. എടാ തുടക്കം തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ കോമഡീസ് ഉണ്ട്. അന്നതില് ഉപരി കുറെ സാധനങ്ങളുണ്ട്. ആൻഡ് മസ്റ്റ് വാച്ച്. മസ്റ്റ് വാച്ച്. കാണാത്ത എല്ലാവരും പോയി കാണാ. ആൻഡ് ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ 'വാഴ 3' ആൻഡ് ബൈ ദിസ് ടൈം ഒരുപാട് ട്രോൾസ് വരുന്നുണ്ട് 'വാഴ 3'ക്കല്ലേ. എടാ നമുക്കുണ്ടെടാ സൈഡ്. നമ്മൾ ഈ സിനിമ കണ്ടത് ബോയ്സിന്റെ ഒരു സൈഡ് ഓഫ് സ്റ്റോറി ആയിട്ടല്ല. നമ്മൾ ഈ സിനിമ 'വാഴ 2' ഓക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോഴും ഉള്ളൊരു ഹാഷ് പുഷ് ലൈഫല്ല നിങ്ങളുടേന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ നിങ്ങൾ കാണുന്ന ഈ കുശുമ്പൊറിച്ചിൽ അങ്ങനെയല്ലാണ്ട് നമുക്കൊരു ലൈഫ് ഉണ്ട്. അത് മേ ബി സിനിമയിൽ കൂടി കാണുമോന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് വെയിറ്റ്. നമ്മള് നിങ്ങടെ സിനിമ, നമ്മുടെ സിനിമ നമ്മള് സിനിമ അക്സെപ്റ്റ് ചെയ്തു. സോ വാഴ 3 വരുവാണെങ്കിലും ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ ബി എ ഗുഡ് മൂവി ഓർ ബാഡ് മൂവി. എനിക്കത് അങ്ങനത്തെ മുൻവിധി ഇല്ല. ബട്ട് ഇപ്പൊ കേൾക്കുന്ന ട്രോൾസ് ഒക്കെ കണ്ടപ്പോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ വാഴ 3. കാരണം ഐ വാണ്ട് ദിസ് ഈയൊരു കിക്ക് എനിക്ക് വേണോന്നുണ്ട് ആ സിനിമ കഴിയുമ്പഴും. സോ ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ വാഴ 3. പിന്നെന്താ പറയാനുള്ളെ? എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റായത് ആഹ് ബിജുക്കുട്ടന്റെ സീൻ മറ്റേ പടക്കം സീൻ അതേപോലെ അവരുടെ ഒരു കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിബ്ലിങ്സ് ലവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹാഷിറ് ഉഫ്! ക്രഷ് അടിച്ചു. അത്ര ഗ്ലാമർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അലൻ അട്ടിപ്പൻ. ഉഫ്! നല്ല പടാടാ. പോയി കാണടാ. കാണാത്ത എല്ലാവരും കാണും. നമ്മള് കണ്ടാൽ ഇത്ര സിനിമകള് വിജയിക്കുള്ളൂ. ഇത് ഓൾറെഡി വിജയിച്ചു. എന്നാലും കാണാത്തവരൊക്കെ പോയി കാണ്. പോകുമ്പോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ, സിബ്ലിങ്സോ, ഫാമിലിയോ അങ്ങനൊക്കെ പോയി കാണും. വാച്ച് വിത്ത് ദെം. യാഹ്! ഞാൻ കരഞ്ഞുട്ടോ. സെക്കൻഡ് ഹാഫിന്റെ പകുതി തൊട്ട് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ആ കരച്ചിലിനൊരു വിരാമിട്ടത് എൻഡ് ക്രെഡിറ്റ്സ് ആണ്. ആ ലാസ്റ്റിലെ ക്രെഡിറ്റ് നൈസായിട്ടുണ്ട്. ഡിപ്പറായിട്ടുണ്ട്. യാഹ്! ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഓക്കെ ബൈ. എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.